ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ന്യൂ SRTയുടെ ക്ലാസ്സിലെ ഇന്നത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പഠിച്ച് നിർത്തിയ അധ്യായത്തിൻ്റെ ബാക്കിയാണ്. 10th സ്റ്റാൻഡേർഡിൽ വരുന്ന സാമൂഹ്യശാസ്ത്രം 1 ഭാഗം 2 വരുന്ന അധ്യായമാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓൾറെഡി സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, അതുപോലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്നീ 2 അധ്യായങ്ങൾ പഠിച്ചതാണ്. നമ്മൾ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ഈ ഒരു അധ്യായം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇതിൻ്റെ ബാക്കി ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലാസ് കണ്ടിട്ടുള്ളവർ മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ ആ ഒരു ക്ലാസ് കണ്ട ശേഷം മാത്രം മുന്നോട്ട് പോകാട്ടോ, ഇല്ലെങ്കിൽ ഇത് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗം കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നമ്മുടെ ചരിത്രാതീത കാലം തൊട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വന്ന് ഇന്ന് എങ്ങനെയാണ് ഇന്ത്യയും കേരളവും ഇന്നത്തെ ഒരു രീതിയിൽ രൂപപ്പെട്ടു വന്നു എന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പഠിച്ചുകൊണ്ട് വന്നിരുന്നത്. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വരെയുള്ള കഥയും അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളുമാണ് നമ്മൾ അവസാനമായി പഠിച്ചത്. അതിൽ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ: അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ എന്നിവയൊക്കെയായിരുന്നു. ഇതിൽ ആദ്യത്തെ 4 നമ്മൾ നേരത്തെ പറയുകയും വിശദമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. ഇനി നമ്മൾ എവിടെയാണോ പഠിച്ചു നിർത്തിയത് അവിടുന്ന് തുടങ്ങുന്നു. ഇന്ന് നമ്മളിനി ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ ഇവിടെ ആദ്യം നൽകിയിട്ടുള്ളത് 1949 ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് എഴുതിയിട്ടുള്ള പ്രത്യേക കത്താണ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായിട്ട് തകർന്നിരിക്കുന്ന ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണല്ലോ, അതിനെ പുനരുദ്ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് ഈ ഒരു കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. നാം രാഷ്ട്രീയമായി സ്വതന്ത്രരായിരിക്കാം, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ആ പദത്തിൻ്റെ ഏത് ശരിയായ പൊരുൾ പ്രകാരവും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ സാമ്പത്തിക വിവക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഇപ്രകാരമാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യക്ക് പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് നിലവിലുണ്ടായിരുന്നു. അതിനായിട്ട് ജവഹർലാൽ നെഹ്റു ആദ്യം സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ മാതൃകയിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുകയാണ് ചെയ്തത്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നതിനായിട്ട് നെഹ്റു മുൻകൈയെടുത്തു. അതിൻ്റെ ഫലമായിട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ പിന്തുടർന്നു വരികയാണ് ചെയ്തത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ നാൾവഴികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് നോക്കാം. 1938 നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയാണ് 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി, നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. 1944 തയ്യാറാക്കിയ ബോംബെ പ്ലാൻ. 1944 ബോംബെയിലെ പ്രമുഖരായ 8 വ്യവസായികൾ ചേർന്നാണ് ഈ ഒരു പദ്ധതി രൂപീകരിക്കുന്നത്. ബോംബെ പ്ലാൻ എന്ന ഈ ഒരു പദ്ധതി രൂപീകരിക്കുന്നത്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജോൺ മത്തായി ആണ് കേട്ടോ, ജോൺ മത്തായി. ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച MN റോയിയുടെ ജനകീയ പദ്ധതിയാണ് അടുത്തത്. അപ്പോൾ ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ ആവിഷ്കരിച്ചത് ആരാണ്? MN റോയാണ്. MN റോയാണ് ജനകീയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ജനകീയ പദ്ധതിയിൽ കൃഷിക്കാണ് പ്രാഥമിക പരിഗണന നൽകിയത്. കൃഷിക്കാണ് ഈ ഒരു പദ്ധതി പ്രാഥമിക പരിഗണന നൽകിയത്. അതുപോലെ റാഡിക്കൽ പ്ലാൻ എന്ന പേരിലും ഈ ഒരു ജനകീയ പദ്ധതി അറിയപ്പെടുന്നുണ്ട്. ഏത് വർഷമാണ് MN റോയി ജനകീയ പദ്ധതി കൊണ്ടുവന്നത്? 1945 കേട്ടോ, 1945. ഇനി ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായ JC കുമരപ്പയുടെ പദ്ധതി. ഗാന്ധിയൻ ആശയങ്ങൾ 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിക്കുന്നുണ്ട്. ഇത് ആവിഷ്കരിച്ചത് SN അഗർവാൾ എന്ന വ്യക്തിയാണ്. SN അഗർവാൾ ഗാന്ധിയൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തന്നെ SN അഗർവാൾ ആണ്. ഈ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന വക്താക്കളിൽ ഒരാളായിരുന്നു JC കുമരപ്പ. 1950 മാർച്ച് 15 നെഹ്റു അധ്യക്ഷനായിക്കൊണ്ട് പിന്നീട്
പിന്നീട് 1950 മാർച്ച് 15 നെഹ്റു അധ്യക്ഷനായിക്കൊണ്ട് ദേശീയ ആസൂത്രണ കമ്മീഷൻ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ നെഹ്റു അധ്യക്ഷനായി 1950 മാർച്ച് 15 നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മീഷൻ. പിന്നീട് 1951 മുതൽ ആരംഭിച്ചിട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ. 1951 പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് 1951 പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇതിനെല്ലാം ശേഷം നമ്മൾ പഞ്ചവത്സര പദ്ധതികളെല്ലാം തന്നെ വിശദമായി പഠിക്കേണ്ടതാണ്. അതിനെല്ലാം ശേഷം 2015 നീതി ആയോഗ് നിലവിൽ വരുന്നു. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരാണ് നീതി ആയോഗ് എന്നത്. അങ്ങനെ നമ്മളിവിടെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ നാൾ വഴികളാണ് കണ്ടത്. ഇവയെല്ലാം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷ്യദൗർലഭ്യം, അതുപോലെ ദാരിദ്ര്യം. ഈ ഒരു പ്രശ്നത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്ഷ്യദൗർലഭ്യം, ദാരിദ്ര്യം എന്നീ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ആരംഭിക്കുന്നു. കൃഷി, ജലസേചനം, വിലസ്ഥിരത, വൈദ്യുതി, ഗതാഗതം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ ഒരു ഒന്നാം പദ്ധതി എന്ന് പറയുന്നത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതിയെ അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. വർഷം ഏതാണ്? 1951-56 കാലഘട്ടത്തിലാണ്. 1951-56 കാലഘട്ടത്തിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. പാർലമെന്റിൽ ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചതാരാ? ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 മുതൽ 56 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി അഥവാ കരട് തയ്യാറാക്കിയ മലയാളി ആര് എന്ന് ചോദിക്കാറുണ്ട്. KN രാജാണ്. തൃശ്ശൂർ സ്വദേശിയായ KN രാജ്. KN രാജാണ്. KN രാജ് ആണ് കേട്ടോ. KN രാജാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയ വ്യക്തി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് KN രാജ്. ഈ ഒരു പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹരോഡ് ഡോമർ മോഡൽ എന്നത്. ഈ ഒരു പദ്ധതിയുടെ കാലഘട്ടത്തിൽ കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധി അനിവാര്യമായിരുന്നു. അതിനായിട്ട് ജലസേചന സൗകര്യവും ഊർജോൽപാദനവും ഒക്കെ ആവശ്യമായിട്ട് വന്നു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അണക്കെട്ടുകൾ നിർമ്മിക്കാനായിട്ട് ആരംഭിച്ചു. ഈ ഒരു കാലയളവിൽ ആരംഭിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകളാണ് ഒഡീഷയിലെ മഹാനദിയിലുള്ള ഹിരാക്കുഡ് മഹാനദിയിൽ, ഒഡീഷയിലെ മഹാനദിയിലുള്ള ഹിരാക്കുഡ് അണക്കെട്ട്, അതുപോലെ പഞ്ചാബിലെ സത്ലജ് നദിയിലുള്ള ബക്രാനങ്കൽ എന്നതും ദാമോദർ നദീതട പദ്ധതി എന്നതുമെല്ലാം ഈ കാലത്ത് ആരംഭിച്ചിട്ടുള്ള പ്രധാന നദീതട പദ്ധതികളാണ്. ഇവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വാക്യം തന്നിട്ടുണ്ട്. അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ആ ഒരു കാലയളവിൽ ആരംഭിച്ചിട്ടുള്ള ദാമോദർ നദിയിലെ പഞ്ചേത്ത് അണക്കെട്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1959 അന്നത്തെ ജാർഖണ്ഡിൽ സാന്താൾ ഗോത്രവർഗക്കാരിയായ ബുധിനി മെജാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിൻ്റെയും പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഈ പ്രശസ്തമായിട്ടുള്ള ദാമോദർ വാലി അണക്കെട്ട് എന്ന് പറയുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ജാർഖണ്ഡിലെത്തിയ നെഹ്റു ദാമോദർ വാലി കോർപ്പറേഷനിൽ ജോലിക്കാരിയും ഒരു ആദിവാസി പെൺകുട്ടിയുമായ ബുദ്ധിനിയെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. സാറ ജോസഫ് എഴുതിയിട്ടുള്ള ബുദ്ധിനി എന്ന നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ധാരാളം അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനും
തൊഴിലില്ലായ്മ പരിഹരിക്കുകയുമായിരുന്നു ഈ ഒരു പദ്ധതി കാലത്തെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നതിന്. അതിനു വേണ്ടിയിട്ട് ഇവിടെ വ്യവസായ വികസനമായിരുന്നു പ്രധാന ഊന്നൽ നൽകിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഇവിടെ ഊന്നൽ നൽകിയത് വ്യവസായ വികസനത്തിനായിരുന്നു. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യ പുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അങ്ങനെ വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടുകൂടി പൊതുമേഖലയിൽ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഇരുമ്പുരുക്ക് ശാലകളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും അതിനായി സഹായം നൽകിയ രാജ്യങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്, മാറിപ്പോവാൻ സാധ്യതയുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഒഡീഷയിലാണ്. റൂർക്കേല ഒഡീഷയിലാണ്. ഈ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയിട്ടുള്ള, നിർമ്മാണത്തിനായുള്ള സഹായം നൽകിയത് ജർമ്മനിയാണ്. ജർമ്മനി, റൂർക്കേല ജർമ്മനി. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല. ഭിലായ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് ഭിലായ് ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചിട്ടുള്ളത്. അടുത്തത് ദുർഗാപൂർ ആണ്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. ലാസ്റ്റ് വണ്ണാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലാണ്. ഇതും സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഇരുമ്പുരുക്ക് ശാലയാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല. റൂർക്കേല ഒഡീഷ ജർമ്മനി, ഭിലായി ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ യുണൈറ്റഡ് കിങ്ഡം, ബൊക്കാറോ ഝാർഖണ്ഡ് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഇത് മറക്കാതെ, അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കുക. കോഡ് വെച്ച് പഠിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മനസ്സിലാക്കി റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചാലും മതി. ഇത് എന്തായാലും പഠിച്ചിരിക്കണം. ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അങ്ങനെ തുടർന്നുള്ള പദ്ധതികളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, വിദ്യാഭ്യാസം, ഊർജോൽപാദനം എന്നീ മേഖലകൾക്കാണ് ഊന്നൽ നൽകിയത്. പിന്നീട് ഭൂപരിഷ്കരണം, കൃഷി, ബാങ്കിങ് എന്നീ രംഗങ്ങളിലും സ്വതന്ത്ര ഇന്ത്യ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഭൂപരിഷ്കരണം, കൃഷി, ബാങ്കിങ് എന്നീ മേഖലകളിലൊക്കെ എത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഭൂപരിഷ്കരണത്തിലേക്ക് ആദ്യം കടക്കാം. ഭൂപരിഷ്കരണം അഥവാ ലാൻഡ് റിഫോംസ്. സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നടപടികളിലൊന്നായിരുന്നു ഈ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ജന്മി വ്യവസ്ഥിതിയും മറ്റു കാര്യങ്ങളുമൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. വ്യക്തികൾക്ക് കൈവശം വയ്ക്കാനാകുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഭൂപരിഷ്കരണം എന്നത് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ ഒരു ആശയം സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഭൂപരിഷ്കരണം എന്നൊരു ആശയം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു നെഹ്റുവിൻ്റെ. അപ്പോൾ ഇതിനായിട്ട്, ഈ ഒരു ഭൂപരിഷ്കരണത്തിനായിട്ട് ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട്. നോക്കാം. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിച്ചു. അഗ്രേറിയൻ റിഫോംസ് കമ്മിറ്റിയെ നിയോഗിച്ചു. അങ്ങനെ ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂവുടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം നടപ്പിലാക്കുകയും ചെയ്തു. ഇത് ഒരു പരിധിവരെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ സഹായകമായി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രകാരമാണ് ഈ ഒരു ഭൂപരിഷ്കരണം എങ്ങനെയാണ് ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിനുള്ള മറുപടി. ഈ ഒരു ഭൂപരിഷ്കരണം എന്നത് വളരെയേറെ ഫലവത്തായ ഒരു പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് നിയമനിർമ്മാണത്തിലൂടെ മാത്രമല്ല, അല്ലാതെയും ഭൂപരിഷ്കരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായിട്ട്
വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഭൂദാന പ്രസ്ഥാനം. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഭൂദാന പ്രസ്ഥാനം. വിനോബ ഭാവയും അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്രകൾ നടത്തി. അങ്ങനെ വൻകിട ഭൂവുടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. വിനോബ ഭാവെയും അവരുടെ അനുയായികളും ചേർന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഒരുക്കി ഭൂരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ പിന്നീട് നിലവിൽ വരുന്നത്. അങ്ങനെ ഈ ഒരു ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടുകൂടി ഈ ഒരു ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു. എങ്കിൽ കൂടിയും അവർ ചെയ്തിരുന്ന ആ ഒരു പ്രവൃത്തി കാരണം ധാരാളം പേർക്ക് ഭൂരഹിതർക്ക് ഭൂമി ലഭിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിൽ ഇവിടെ ഭൂപരിഷ്കരണം ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെ ഇവിടെ സാധ്യമായി എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഭക്ഷ്യോൽപാദനം. നമുക്കറിയാം ഹരിത വിപ്ലവം എത്രയേറെ മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായിട്ട് 1960 മുതൽ ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതികൾ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഇവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും ഒക്കെ കൂട്ടായ പരിശ്രമമാണ് ഈ ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുന്നതിനായിട്ട് നമ്മുടെ ഇന്ത്യയെ സഹായിച്ചത്. അങ്ങനെ കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു വിപ്ലവമാണ് ഹരിത വിപ്ലവം എന്നത്, ഗ്രീൻ റവല്യൂഷൻ. ഇവിടെ കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയുമാണ് ഹരിത വിപ്ലവം ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഹരിത വിപ്ലവത്തിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ്, അതുപോലെ ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനികങ്ങളായിട്ടുള്ള യന്ത്രങ്ങൾ എന്നിവയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുരുങ്ങിയ കാലം ഉപയോഗിച്ച് കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൈവരിച്ചു. ഇതിനെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അങ്ങനെ 1960 മുതൽ 1970 വരെയും 1970 മുതൽ 1980 വരെയുമായിട്ട് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു ഹരിത വിപ്ലവം നടന്നത്. ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊന്നായിരുന്നു, ഹരിത വിപ്ലവം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നായിരുന്നു ധവള വിപ്ലവം എന്നത്. മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാൽ ഉൽപ്പന്നത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ ഒരു ധവള വിപ്ലവത്തിലൂടെയായിരുന്നു. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ്? മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിലാണ് ധവള വിപ്ലവം. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിലെ ഈ ഒരു ധവള വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിലെ ആനന്ദ് എന്ന നഗരത്തിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ക്ഷീരോത്പാദക സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ക്രമേണ ഇതാണ് അമൂൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന പ്രശസ്തമായ ക്ഷീരോത്പാദന സംഘമായി മാറുകയും ചെയ്തത്. ഇങ്ങനെയാണ് ധവള വിപ്ലവം ആരംഭിക്കുന്നത്. ഈ ഒരു ഹരിത വിപ്ലവത്തെ തുടർന്നുകൊണ്ട് പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ധവള വിപ്ലവം അഥവാ വൈറ്റ് റവല്യൂഷനും അതുപോലെ തന്നെ മത്സ്യ ഉൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീല വിപ്ലവം ബ്ലൂ റവല്യൂഷനും ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കിയ വിപ്ലവങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇതിലൂടെ ഈ നീല വിപ്ലവം, ധവള വിപ്ലവം, അതുപോലെ ഹരിത വിപ്ലവം എന്നിവയിലൂടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യോൽപാദനത്തിൽ കൂടുതൽ വളർച്ച ഉണ്ടാവുകയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു പരിധിവരെ കാരണമാവുകയും ചെയ്തു. ഇതുകൂടാതെ രാജ്യത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്നതിനും സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ധവള വിപ്ലവം, വൈറ്റ് റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലിൻ്റെയും
പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം. നീല വിപ്ലവം എന്താണ്? ബ്ലൂ റെവല്യൂഷൻ, മത്സ്യ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതും ചോദിക്കാറുണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതോടുകൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ ഇവിടെ എന്താണ്? സാമ്പത്തിക വളർച്ച ഉറപ്പായി. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പണവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടേ? അവിടെയാണ് ബാങ്കുകളുടെ പ്രാധാന്യം വരുന്നത്. ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകൾ വൻകിട വ്യവസായികളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും ഉടമസ്ഥതയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെ ഈ ബാങ്കുകൾ സമ്പന്നർക്ക് മുൻഗണന നൽകുകയും കർഷകർക്കും സാധാരണക്കാർക്കും വായ്പയും മറ്റ് ബാങ്ക് സേവനങ്ങളും ഒന്നും ലഭിക്കാതെ വരികയുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് 1969 ആയപ്പോഴേക്കും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് 14 പ്രധാന ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുത്തു. ഇതിനെയാണ് നമ്മൾ ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ഈ ഒരു 14 ബാങ്കുകൾ എന്താക്കി? ദേശസാൽക്കരിക്കപ്പെട്ടു 1969. പിൽക്കാലത്ത് 6 ബാങ്കുകൾ കൂടി സർക്കാർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് 1969 ഇത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് അറിയാമോ? 1969 മുതൽ 74 വരെ ഉണ്ടായിരുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. 4ാം 5 ഇയർ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു 4ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത്. 1969 ജൂലൈ 19 ഇന്ദിരാഗാന്ധി ബാങ്കുകളുടെ ഈ ഒരു ദേശസാൽക്കരണം നടത്തുന്നത്. സ്വാതന്ത്ര്യാനന്തരം ആസൂത്രണാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമ്പത്തിക നയമാണ് നമ്മുടെ ഇന്ത്യ പിന്തുടർന്നു വന്നത്. അങ്ങനെ പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ നയങ്ങളൊക്കെ വളരെയധികം സഹായകമാവുകയും ചെയ്തു. എന്നാൽ 1990കളിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. അതുവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. 1990കളിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതേ തുടർന്ന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും LPG എന്നുള്ളത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുകയും തൽഫലമായി പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെടുകയും ചെയ്തു. ഇനി വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായിട്ട് ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായിട്ട് വിവിധ കമ്മീഷനുകളെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ കമ്മീഷനുകൾ എന്നും അവയുടെ പ്രാധാന്യം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും ഏത് വർഷമാണ് എന്നുള്ളതുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാറിട്ട് തന്നെ പഠിക്കേണ്ട പോർഷൻസ് ആണ് ഇവയെല്ലാം തന്നെ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് നോക്കാം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഏത് വർഷമാണ്? 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസത്തെയാണ് പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്. സർവകലാശാല വിദ്യാഭ്യാസം. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഏത് വർഷമാണ്? 1952 സെക്കൻഡറി വിദ്യാഭ്യാസമായിരുന്നു ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. ഇവയെല്ലാം തന്നെ PYQ ആണ് കേട്ടോ. ഇതിൽ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോഡുകൾ ഉപയോഗിച്ച് പഠിച്ചു വെക്കുക. എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട് കുട്ടികൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മനസ്സിലാക്കി പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ടൈം കൺസ്യൂമിംഗ് ആണ്, എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പം അതുകൊണ്ട് കൃത്യമായി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം തന്നെ PYQ ആണ്, അത്രയേറെ പ്രധാനപ്പെട്ടതുമാണ്. ഓക്കെ, അടുത്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ 1964 ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടന എന്ന വിഷയത്തിലാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. കോത്താരി കമ്മീഷൻ, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 വന്ന കമ്മീഷനാണ്. അടുത്തത് 2 നയങ്ങളാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 1986, ദേശീയ വിദ്യാഭ്യാസ നയം 2020. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം 1986 പരാമർശിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചാണ്. 1986 ശേഷം 2020 വന്ന ദേശീയ വിദ്യാഭ്യാസ നയം
പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുമാണ് പരാമർശിച്ചിട്ടുള്ളത്. രാധാകൃഷ്ണൻ കമ്മീഷൻ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 ഇവിടെ പ്രാധാന്യം നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സർവകലാശാല വിദ്യാഭ്യാസം. ഇവിടെയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്നതും രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകളിൽ ഒന്നായിരുന്നു. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനിലേക്ക് വരുമ്പോൾ 1982 ഇവിടെയാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക എന്ന ആശയം കൊണ്ടുവന്നത്. അതുപോലെ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതികൾ രൂപീകരിക്കുക എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു മുതലിയാർ കമ്മീഷനിലാണ്. ഡോക്ടർ കോത്താരി കമ്മീഷനിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് 10+2+3 എന്ന ഈ ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവരാൻ കാരണമായ കമ്മീഷനാണിത്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്ന് ശുപാർശ ചെയ്തതും ഈ ഒരു കോത്താരി കമ്മീഷനാണ്. അപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനുകളും വിദ്യാഭ്യാസ നയങ്ങളും അവയുടെ പ്രാധാന്യവും നമ്മൾ കണ്ടു. ഇനി നമ്മൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലേക്കാണ് കടക്കുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ശാസ്ത്ര വികസനം എന്ന് ജവഹർലാൽ നെഹ്റു തിരിച്ചറിയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ശാസ്ത്ര വികസനം എന്ന് മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന രചനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വരികളാണ്: ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടുള്ളത്. ഏത് പുസ്തകമാണ്? ഇന്ത്യയെ കണ്ടെത്തൽ. ജവഹർലാൽ നെഹ്റുവിൻ്റെ വരികളാണ് ഇത്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് പ്രോത്സാഹനം നൽകി. ഇതോടൊപ്പം ശാസ്ത്രീയ മനോഭാവം, സയൻറ്റിഫിക് ടെമ്പർ, എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രീയ മനോഭാവം, ശാസ്ത്രീയ മനോഭാവത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹ സൃഷ്ടി തൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കരുതി, ജവഹർലാൽ നെഹ്റു കരുതി. അപ്പോൾ ഇതിനായിട്ട് അദ്ദേഹം ഹോമി ജെ ബാബ, മേഘ്നാഥ് സാഹ തുടങ്ങിയ ശാസ്ത്രോപദേഷ്ടാക്കളുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്തു. ഹോമി ജെ ബാബയുടെയും മേഘ്നാഥ് സാഹയുടെയും പോലെയുള്ള ശാസ്ത്രോപദേഷ്ടാക്കളുടെ സേവനം രാജ്യത്തിന് അദ്ദേഹം ലഭ്യമാക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഹോമി ജഹാംഗീർ ബാബയുടെയും അതുപോലെ തന്നെ മേഘ്നാഥ് സാഹ പോലെയുള്ള ശാസ്ത്രോപദേഷ്ടാക്കളുടെ സേവനം നമ്മുടെ രാജ്യത്തിന് ലഭ്യമാക്കി. സ്വതന്ത്ര ഇന്ത്യയിൽ അറിവിൻ്റെ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ഏതൊക്കെയാണ് അവ എന്ന് ചോദിച്ചാൽ IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NIV, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാർക്ക് ആരംഭിക്കുന്നുണ്ട്. എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആരംഭിക്കുന്നതും ആ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇതിൻ്റെ പൂർണ്ണരൂപമൊക്കെ നേരത്തെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. DRDOയുടെ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട്. IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഇവയെല്ലാം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് മറ്റൊരു പരീക്ഷണത്തെക്കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൊക്രാൻ പരീക്ഷണം എന്നുള്ളത്? പൊക്രാനിലെ ആണവ പരീക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു ആ ഒരു പരീക്ഷണത്തിൻ്റെ പേര്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററാണ് ഇന്ത്യയിൽ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്റർ ബാർക്കാണ് ഇന്ത്യയിൽ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതും PYQ ആണ്. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണത്തിൻ്റെ പേരാണ് ബുദ്ധൻ ചിരിക്കുന്നു അഥവാ സ്മൈലിംഗ് ബുദ്ധ എന്നത്. ആ വർഷത്തെ ബുദ്ധ പൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തിയത് കൊണ്ടാണ് ഈ ഒരു പേര് ലഭിച്ചത്. പിന്നീട് 1998 പൊക്രാനിൽ നടത്തിയ
രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം എവിടെയാണ്? രാജസ്ഥാനിലെ പൊഖ്രാനിലാണ്. ഏത് വർഷം? 1974 മെയ് 18 പേരെന്താണ്? ആ ഒരു പരീക്ഷണത്തിൻ്റെ പേര് ബുദ്ധൻ ചിരിക്കുന്നു അഥവാ സ്മൈലിംഗ് ബുദ്ധ എന്നതായിരുന്നു. അങ്ങനെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ പുരോഗതിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുകയാണ്. ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് നോക്കുമ്പോൾ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മുടെ ഇന്ത്യ ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ തന്നെ അടിസ്ഥാനമായിട്ടുള്ളത്. ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ രാഷ്ട്ര വികസനം സാധ്യമാകുന്ന ഒരു പടി ഉള്ളത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. ഹോമി ജെ ബാബ, വിക്രം സാരാഭായി എന്നിവരാണ് ബഹിരാകാശ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകിയ പ്രധാനപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. ഹോമി ജെ ബാബ, വിക്രം സാരാഭായി. ഇനി നമ്മുടെ ബഹിരാകാശ പര്യവേക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. 1969 ബംഗളൂരു കേന്ദ്രമാക്കിക്കൊണ്ട് സ്ഥാപിതമായിട്ടുള്ള ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതുപോലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഹൈദരാബാദ് കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന NRSC, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ. എവിടെയാണ്? ഹൈദരാബാദ് അടിസ്ഥാനമാക്കിയാണ് NRSC പ്രവർത്തിക്കുന്നത്. മറ്റൊന്നെന്താണ്? VSSC, തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ. ഇവയാണ് നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ഇപ്പോൾ ഈ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ പിക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇവയാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ബഹിരാകാശ പര്യവേഷണങ്ങൾ ധാരാളമായി നടക്കുകയും പര്യവേഷണ ദൗത്യങ്ങളിൽ ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച അഭിമാനകരമായ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഇവിടെ തന്നിട്ടുള്ളത്. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ടയുടെ വിക്ഷേപണ ദൗത്യം. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. പിന്നീട് പ്രധാനമായും നമുക്ക് പറയാവുന്നത് ചാന്ദ്രയാൻ ദൗത്യങ്ങളാണ്. ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളായ ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3 എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. 2013 മംഗൾയാൻ ദൗത്യം മറ്റൊന്നാണ്, പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നാണ്. അതുപോലെ മറ്റൊന്നാണ് ആദിത്യ L1 മിഷൻ എന്ന് പറയുന്നത്. സൗരഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥാ പഠനം ഇവയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ആദിത്യ L1 വിക്ഷേപണ ദൗത്യം. ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട, ലോകത്തിൽ തന്നെ ഇന്ത്യയെ എടുത്തു പറയാൻ പാകത്തിന് നേട്ടങ്ങൾ കൈവരിച്ച പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് ഇവയെല്ലാം. ഇവ കൂടാതെ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഗഗൻയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. ഗഗൻയാൻ ദൗത്യം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കൂടി നിങ്ങൾ ഈ ഒരു ഗഗൻയാൻ ദൗത്യത്തെക്കുറിച്ച് കേൾക്കാറുണ്ടായിരിക്കും. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. നമുക്കറിയാം ISROയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയുടെ ഫെഡറൽ സ്പേസ് ഏജൻസി ആയിട്ടുള്ള റോസ്കോസ്മോസ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് കോർപ്പറേഷൻ ഫോർ സ്പേസ് ആക്ടിവിറ്റീസും ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മുൻപ് GSLV Mark 3 എന്നറിയപ്പെട്ടിരുന്നതും എന്നാൽ ഇപ്പോൾ HLVM3 ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്ന റോക്കറ്റിലാണ് ഈ യാത്രികരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗഗൻയാൻ ദൗത്യം വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം ഓഗസ്റ്റ് 23 എന്തുകൊണ്ട് ദേശീയ ബഹിരാകാശ ദിനമായി?
ചന്ദ്രോപരിതലത്തിൽ ചാന്ദ്രയാൻ 3ന്റെ പര്യവേഷണം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിച്ചു വരുന്നു. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമാണ്, ദേശീയ ബഹിരാകാശ ദിനം. ഇനി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വം ഡോക്ടർ APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനുമായിരുന്നു. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO, ഇങ്ങനെ കേട്ടാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയെല്ലാം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, മിസൈൽ സാങ്കേതിക വിദ്യയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ്. ഇനി നമ്മളിവിടെ ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളും അവയുടെ പരിഹാര മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യ നേരിട്ടത് എന്നതുമൊക്കെയാണ് ഇവിടെ പറഞ്ഞു വന്നത്. അങ്ങനെ 4ാമത്തതിന് ശേഷം ഇത് 5ാമതായിട്ടുള്ള ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ എന്നതും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് അവസാനത്തേത് സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ നമ്മൾ പൂർത്തിയാക്കാൻ പോവുകയാണ്. അവസാനത്തേത് ഇന്ത്യയുടെ വിദേശ നയം. ഇവിടെ ലോക സമാധാനം ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് ഈ ഒരു പിക്ചറിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവർ ആരൊക്കെയാണ്? ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു ഒന്നാമതായിട്ട്, ഈജിപ്തിൻ്റെ ഗമാൽ അബ്ദുൽ നാസർ, യൂഗോസ്ലാവാക്യയുടെ മാർഷൽ ജോസഫ് ടിറ്റോ, ഇന്തോനേഷ്യയുടെ സുക്കാർണോ, കെനിയയുടെ ക്വാമി എൻ ക്രൂമ, ഇവരാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ. നമ്മുടെ ഇന്ത്യൻ വിദേശ നയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിനാണ് ഇവിടെ രൂപം നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇവയെല്ലാമാണ്: സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ എന്നിവ. അപ്പോൾ എന്താണ് ഈ ചേരിചേരാ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ചേരിചേരാ പ്രസ്ഥാനം എന്താണെന്ന് വെച്ചാൽ 2ാം ലോകയുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 ആഗോള ശക്തികളായിട്ട് മാറി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും USSRും 2 ആഗോള ശക്തികളായിട്ട് മാറി. ഇവർ തമ്മിൽ ഒരു ശീതയുദ്ധം, കോൾഡ് വാർ ആരംഭിക്കുകയും ലോക സമാധാനത്തിന് തന്നെ അത് ഭീഷണിയായി മാറുകയും ചെയ്തു. അങ്ങനെ ഇരു ശാക്തിക ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചേരിചേരാ പ്രസ്ഥാനം. ഇവിടെ ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും USSRും സോവിയറ്റ് യൂണിയനും 2 ആഗോള ശക്തികളായി മാറുകയും ലോക സമാധാനത്തിന് തന്നെ അവരുടെ ഒരു ശീതയുദ്ധം കാരണമാവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലോ സോവിയറ്റ് യൂണിയനിലോ ഈ 2 ശാക്തിക ശക്തികളിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും അവരവരുടെ രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ട് ഇവിടെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നു. ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ആ ഒരു പ്രസ്ഥാനമാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഹെൽത്തി റിലേഷൻഷിപ്പ്, ആരോഗ്യകരമായിട്ടുള്ളൊരു ബന്ധം പുലർത്തുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിനും നമ്മുടെ രാജ്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ 1983 ന്യൂഡൽഹിയിൽ ചേർന്നിട്ടുള്ള 7ാമത് ചേരിചേരാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയും അന്നത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗിൻ്റെ കൂടെയുള്ള ഒരു പിക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ്
ഇതിൽ നമ്മൾ ചേരിചേരാ നയത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പഞ്ചശീല തത്വങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് ഈ ഒരു പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒന്നാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളാണ് ഇവിടെ താഴെ പറയുന്നത്. ഇതും ചോദിച്ചിട്ടുണ്ട്, ആരെല്ലാം തമ്മിലായിരുന്നു ഈ ഒരു പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് എന്ന്. ഏത് വർഷം? 1954 ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും ഒപ്പുവെച്ചതാണ് പഞ്ചശീല തത്വങ്ങൾ. എന്തൊക്കെയായിരുന്നു അവിടെ പരാമർശിച്ചിട്ടുള്ളത്? രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇവയായിരുന്നു പ്രധാനപ്പെട്ട തത്വങ്ങൾ. അപ്പോൾ ഇതാണ് പഞ്ചശീല തത്വങ്ങൾ. ചേരിചേരാ നയം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കോളനി ഭരണത്തിൻ്റെ പ്രത്യാഘാതങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ മറികടന്നുകൊണ്ട് ലോകത്തിലെ പ്രധാന ശക്തികളിലൊന്നായി വളരുന്നതിനായിട്ട് സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നമ്മൾ ഇനിയും ധാരാളം ദൂരം മുന്നേറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരെ നമ്മളിപ്പോൾ സ്വതന്ത്ര ഇന്ത്യ വിവിധ മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള പുരോഗതിയെ പറ്റിയാണ് ചർച്ച ചെയ്തു വന്നത്. ഈ ഒരു കാലയളവിൽ നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളവും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെൻ നമ്മുടെ കേരള വികസന മാതൃകയെ പറ്റി നടത്തിയിട്ടുള്ള നിരീക്ഷണത്തെക്കുറിച്ചാണ് നൽകിയിട്ടുള്ളത്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ധർ കേരളത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെൻ നമ്മുടെ വികസന മാതൃകയെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പരിമിത വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിത ഗുണനിലവാരത്തിൽ മികവുണ്ടാക്കാൻ നമ്മുടെ കേരളത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. നമ്മുടെ കേരള രൂപീകരണത്തിലേക്കെന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ നൽകിയിട്ടുള്ളതുപോലെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ദക്ഷിണ കർണാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാസർഗോഡ് താലൂക്കും കൂടി ചേർന്നുകൊണ്ട് കേരള സംസ്ഥാനം 1956 നവംബർ 1 രൂപീകരിക്കപ്പെടുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രാഷ്ട്രീയ ഭൂവിഭാഗങ്ങളായി വേറിട്ട് കിടന്നിരുന്ന ഈ പ്രദേശങ്ങളെയും ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കും കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1956 നവംബർ 1 കേരള സംസ്ഥാനം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. പിന്നീട് കേരള നിയമസഭയിലേക്കുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് 1957 നടക്കുന്നു. അങ്ങനെ EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഗവൺമെൻറ് രൂപീകരിക്കുന്നു. അപ്പോൾ ടൈം ലൈൻ പരിശോധിക്കുമ്പോൾ നമ്മളിപ്പോൾ 56 കേരള രൂപീകരണത്തെക്കുറിച്ച് കണ്ടു. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 എന്ന് കണ്ടു. 1957 കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഈ കേരള ഐക്യ രൂപീകരണത്തിന് മുൻപുള്ള മാപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെയുള്ള 3 പ്രദേശങ്ങളും ദക്ഷിണ കർണാടകയുടെ ഭാഗമായിട്ടുള്ള കാസർഗോഡ് ജില്ലയും ചേർന്നാണ് നമ്മുടെ കേരളം രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സാഹചര്യം, സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അന്നത്തെ സർക്കാർ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ധാരാളം പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ ഇനി പരിശോധിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഭൂപരിഷ്കരണം കേരളത്തിൽ എങ്ങനെയാണ് നടപ്പിലായതെന്ന് നോക്കാം. ആദ്യം ഇവിടെ നൽകിയിട്ടുള്ളത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ചിട്ടുള്ള വാഴക്കുല എന്ന രചനയിൽ നിന്നുള്ള വരികളാണ്. വാഴക്കുല ആരുടേതാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വരികൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും.
മലയപ്പൂലയനാ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതക കൂമ്പു പൊടിച്ചു വന്നു. അതിനുശേഷം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മലയൻ നടന്നു നടക്കുന്നു മാടത്തിലലയും മുറയും നിലവിളിയും അവശന്മാരാർത്തന്മാരാലംബഹീനന്മാരവരുടെ സങ്കടമാരറിയാൻ പണമുള്ളോർ നിർമ്മിച്ച നീതിക്കിതിലൊന്നും പറയുവാനില്ലേ, ഞാൻ പിൻവലിച്ചു. ഇപ്രകാരമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വാഴക്കുലയിൽ രചിച്ചിട്ടുള്ളത്. ഈ വരികളുടെ അർത്ഥം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഭൂപരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപുള്ള കേരളത്തിലെ കർഷകരുടെ പൊതുസ്ഥിതിയാണ്. ഇത് നമ്മൾ പഠിച്ച സമയത്തും ഈ ഒരു ചെറിയ വരികൾ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ വരികളിൽ പറയുന്നത് പോലെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കർഷകരുടെ അവസ്ഥ ഉണ്ടായിരുന്നത്. ഇതിലൂടെ നമുക്ക് അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇത്തരം സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1957 നിലവിൽ വന്ന കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചത്. ഇതേ തുടർന്ന് 1970 ജനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിര അവകാശം ലഭിച്ചു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന്, ആ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന്, സാമൂഹിക സ്ഥിതിയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുകയാണ് ചെയ്തത്. 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിര അവകാശം ലഭിച്ചു. അങ്ങനെ നിലവിൽ വന്ന ഈ ഒരു കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ, കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണയിക്കപ്പെട്ടു, ജന്മിത്ത സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടു, കൃഷിഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ചു, കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ചൂഷണവും അസമത്വവും ഒരു പരിധിവരെ ഇല്ലാതെയാക്കുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇവിടെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ഫലമായിട്ട് നമുക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിർണയിക്കപ്പെടുന്നുണ്ട്. അപ്പം എന്താണ് ഈ ഒരു ഭൂപരിധി എന്ന് ചോദിച്ചാൽ, കേരള ഭൂപരിഷ്കരണ നിയമം 82 വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂപരിധി എന്ന് പറയുന്നത് 7.5 ഏക്കറും ഒരു കുടുംബത്തിന് 15 ഏക്കറുമാണ്. പരിധി ഇവിടെ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്താണ്, ഒരു വ്യക്തിക്ക് 7.5 ഏക്കറും ഒരു കുടുംബത്തിന് 15 ഏക്കറുമാണ് പരമാവധി കൈവശം വെക്കാനാകുന്ന ഭൂപരിധി എന്ന് പറയുന്നത്. എന്നാൽ കുടുംബത്തിൽ 5 അംഗങ്ങളിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ അവിടെ 20 ഏക്കർ വരെ കൈവശം വെക്കാനാവുന്നതാണ് എന്ന് ഈ ഒരു നിയമത്തിലെ, കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ 82 വകുപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ഇതാണ് ഭൂപരിധി എന്ന് പറയുന്നത്. ഭൂപരിഷ്കരണം അങ്ങനെ ഇപ്രകാരമാണ് പറയുന്നത്. ഇനി നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുകയാണ്. അറിവിൻ്റെ വ്യാപനവും വിനിമയവും കേരളത്തിൽ. അപ്പോൾ ഇവിടെ ആദ്യം നൽകിയിട്ടുള്ളത് മഹാത്മാ അയ്യങ്കാളിയുടെ വരികളാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അയ്യങ്കാളിയുടെ വാക്കുകളാണ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് മഹാത്മാ അയ്യങ്കാളിയുടെ വാക്കുകൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് അത് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, താഴ്ന്ന വിഭാഗത്തിൽ പെട്ടവരെന്ന് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനായിട്ട് തിരുവല്ലയിലെ പുല്ലാട് സർക്കാർ സ്കൂളിൽ ഒരു വിദ്യാഭ്യാസ സമരം നടന്നു. തങ്ങളുടെ കുട്ടികളെ അയിത്തജാതിക്കാരോടൊപ്പം ഇരുത്തില്ല എന്ന് സവർണ മേധാവികൾ പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? അനിശ്ചിത കാലത്തേക്ക് സ്കൂൾ അടച്ചിട്ടു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെള്ളിക്കര ചോതി, കുറുമ്പൻ ദൈവത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുകയും അതിൻ്റെ ഫലമായിട്ട് താഴ്ന്ന വിഭാഗത്തിൽ പെട്ടവരെന്ന് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ആ ഒരു സാഹചര്യം.
സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലെ കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിനായിട്ട്, ഒരുമിച്ചിരുന്ന് വിദ്യാഭ്യാസം നേടുന്നതിനായിട്ടുള്ള അവകാശം ഇല്ലാതിരുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ പിൽക്കാലത്ത് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസം ജനകീയവും സാർവത്രികവുമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇതിനായിട്ട് ധാരാളം ഘടകങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ്? ഭൂപരിഷ്കരണം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മിഷണറിമാരുടെ ഇടപെടലുകൾ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, ഇവയൊക്കെയാണ് ഇതിന് വഴിതെളിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് നിലനിൽക്കുന്ന സാർവത്രികവും സൗജന്യവുമായ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തെ സ്വാധീനിച്ചിട്ടുള്ള മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണ്? അച്ചടിയുടെ വ്യാപനം, ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അധികാര വികേന്ദ്രീകരണം, ഇവയെല്ലാമാണ് നമുക്ക് ഇന്ന് കാണുന്ന തരത്തിലുള്ള സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ. ഇതിൽ എന്താണ് ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1929 തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള പബ്ലിക് ലൈബ്രറിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാലയാണ് ഈ ഒരു തിരുവനന്തപുരത്തുള്ള പബ്ലിക് ലൈബ്രറി. ആരാണ് സ്ഥാപിച്ചത്? 1829 തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാളാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 1945 PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട കൂട്ടായ്മയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന ഈ ഒരു ആശയത്തിന് തുടക്കം കുറിച്ചത്. ഇതിന് നേതൃത്വം നൽകിയത് PN പണിക്കരാണ് 1945. ഇതാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. ഈ ഒരു പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റുമാണ് ഇത്തരത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തിലേക്ക് നമ്മെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭൂപരിഷ്കരണങ്ങൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ ആ ഒരു പരിഷ്കരണ നിയമത്തിലൂടെ കൃഷിഭൂമി കർഷകന് ലഭ്യമാകാൻ തുടങ്ങി. അങ്ങനെ കൃഷിഭൂമി കർഷകന് ലഭ്യമായതോടെ കേരളത്തിൽ വിദ്യാഭ്യാസം കൂടുതൽ ശക്തിപ്പെട്ടു. ഭൂപരിഷ്കരണ നിയമങ്ങൾ, 1958 കേരള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയവയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കുന്നതിനായിട്ട് കേരളത്തിന് സാധിച്ചു. അപ്പോൾ എന്താണ്? കൂടുതൽ ആളുകളിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ആക്സസിബിൾ ആവും. വിദ്യാഭ്യാസം എന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. ജനകീയ സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ പിന്നീട് 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറി എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു നേട്ടം നമ്മൾ 1991 നേടി എന്നുള്ളത് പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം വന്നതോടുകൂടി പിന്നീട് എന്ത് സംഭവിച്ചു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമാകുകയും അതോടുകൂടി ജനപങ്കാളിത്തത്തോടുകൂടി വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിക്കുന്നതിനായിട്ട് സാധിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പിന്നീട് വളരുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേരള പഞ്ചായത്തി രാജ് നിയമം 1994 ഏപ്രിൽ 23. അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പുരോഗതി ക്രമേണ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും കൂടി വ്യാപിക്കുകയാണ്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സമഗ്രമായ മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നതിനായിട്ട് ശേഷിയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രധാനമായും ഒരു കോൺസെൻട്രേഷൻ കൊണ്ടുവരുന്നത്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ചിട്ടുള്ളത്.
ഇവിടെ ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പൊതുവായി ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുക, അതോടൊപ്പം തന്നെ ഗവേഷണവും നൂതനമായിട്ടുള്ള കണ്ടെത്തലുകളും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഇത്. നമുക്ക് ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. കേരള സംസ്ഥാന രൂപീകരണ വേളയിൽ ഒരു സർവകലാശാല, ഏതാണ്, കേരള സർവകലാശാല മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക കാർഷിക ആരോഗ്യ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് കൂടാതെ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോളിടെക്നിക്കുകൾ, വ്യവസായ പരിശീലന സ്ഥാപനങ്ങൾ, ITIകൾ പോലെയുള്ളവയും ഇന്ന് കേരളത്തിലുണ്ട്. വലിയ രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അതുകൂടാതെ ഇത്തരത്തിലുള്ള പോളിടെക്നിക്കുകൾ ITIകൾ പോലെയുള്ളവയൊക്കെ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇത്തരത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായത് മുതൽ സാർവത്രിക വിദ്യാഭ്യാസത്തിന് നൽകിയിട്ടുള്ള പ്രാധാന്യവും ആ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുമാണ് നമ്മുടെ കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാ സംസ്ഥാനമാക്കി വളർത്തി എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയായിരുന്നു? കേരളത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കി മാറ്റുന്നതിന് എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു തൊട്ടൊന്ന് ഓർത്തു നോക്കുകയാണെങ്കിൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ, 1958 കേരള വിദ്യാഭ്യാസ നിയമം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കാരണമായിട്ടുണ്ട്, മിഷണറിമാരുടെ ഇടപെടലുകൾ കാരണമായിട്ടുണ്ട്, അച്ചടിയുടെ വ്യാപനം, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അധികാര വികേന്ദ്രീകരണം, ഇവയെല്ലാം തന്നെ കേരളത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന വലിയൊരു കടമ്പയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ആരോഗ്യ മേഖലയിലേക്ക് നോക്കാം. ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വാർത്താ തലക്കെട്ടുകൾ തന്നിട്ടുണ്ട്. എല്ലാവർക്കും ആരോഗ്യം, മാതൃകയായി കേരളം. നീതി ആയോഗിൻ്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ വീണ്ടും കേരളം മികവിൽ. ദേശീയ അംഗീകാര നിറവിൽ കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ഇവിടെ നിന്ന് ഈ വാർത്താ തലക്കെട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആരോഗ്യ മേഖലയിൽ കേരളം വിവിധ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആരോഗ്യ മേഖലയിലും കേരളം വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള പൊതുജന ആരോഗ്യ സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലവിലുള്ളത്, അല്ലേ? കുറഞ്ഞ ചെലവിൽ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ, അതാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്, കുറഞ്ഞ ചെലവിൽ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുവാനും മികച്ച ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുന്നതിനും കേരളത്തിന് ഇന്ന് കഴിയുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നിരവധി നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനാകും. കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്, ഇവയെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യ മേഖല ഇന്ന് നേടിയിട്ടുള്ള നേട്ടങ്ങളിൽ നമുക്ക് എടുത്തു പറയാനാകുന്നവയാണ്. അങ്ങനെ നമ്മുടെ കേരളം മാനവ വികസന സൂചികയിൽ ആഗോള നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെ പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും മാനവ വികസന സൂചികയിൽ ആഗോള നിലവാരത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന് സാധിച്ചു. 1965 നടപ്പിലാക്കിയിട്ടുള്ള സാർവത്രിക പൊതുവിതരണ സമ്പ്രദായം PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടകൾ പോലെയുള്ള സംവിധാനത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയാവുകയാണ് ചെയ്തിട്ടുള്ളത്. 1965 സാർവത്രിക പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത്
അങ്ങനെ ദാരിദ്ര്യ ലഘൂകരണത്തിന് ഒരു സാഹചര്യം ഒരുങ്ങി. ഇനി സ്ത്രീ ശാക്തീകരണം. ഇത് കൂടാതെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീ വലിയൊരു മുന്നേറ്റത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട്. കുടുംബശ്രീയിലൂടെയും പ്രാദേശിക ഭരണത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ ഡീസെൻട്രലൈസേഷനിലൂടെ സാക്ഷരതയിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി KSLMAയുടെ പ്രവർത്തനങ്ങളിലൂടെയും മുന്നേറ്റമുണ്ടാക്കുന്നതിന് കേരളത്തിന് കഴിഞ്ഞു. അങ്ങനെ ജനാധിപത്യ മൂല്യങ്ങൾക്കും സാമൂഹിക നീതിക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് കേരളത്തിൻ്റെ കാർഷിക വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിനൊപ്പം കിടപിടിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിനും കഴിയും എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 2 ദിവസങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു അധ്യായം പൂർത്തിയാക്കിയത്. പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ പ്രാധാന്യം അവർക്ക് നൽകിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. രണ്ട് പാർട്ടും കൃത്യമായി തന്നെ കണ്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.